ഹായ്, ഞാൻ ജോസുട്ടിയുടെ അപ്പ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡബ്ലിൻ സിറ്റി സെൻറ്ററിൻ്റെ രാവിലെയുള്ള വെളിച്ചമുള്ള സമയത്തെ കാഴ്ചകളാണ് കാണിച്ചത്. ഇന്ന് ഈ വീഡിയോയിൽ രാത്രി കാഴ്ചകൾ കാണിക്കാം. നല്ല തണുപ്പ് കൂടുതലുണ്ട്. ഫീൽസ് ലൈക്ക് -1 -2 എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഒരു സാന്റാക്ലോസ് കുതിരപ്പുറത്ത് പോകുന്നു. ലൈറ്റിങ്ങുകളാണ് രാത്രി കാഴ്ചയിൽ പ്രധാനം. എൻ്റെ കൂടെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ജോസൂട്ടിയില്ല. ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. രാവിലെ കോൺസ്റ്റിറ്റ്യൂട്ട് അപ്പറിൽ നിന്ന് ലോവറിലേക്ക് വന്നു. ഇതിപ്പോൾ ഞാൻ ലോവറിൽ നിന്ന് അപ്പറിലേക്കാണ് നടക്കുന്നത്. രാവിലെ ഞാൻ അപ്പുറത്തെ വശത്തൂടെയായിരുന്നു വന്നത്. ഇനി ഞാൻ റോഡിൻ്റെ ഈ വശത്തൂടെ നടക്കുക. അപ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് ലൈറ്റ്, പിന്നെ അല്പം തിരക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഒക്കോണർ സ്ട്രീറ്റിനെ ക്രോസ് ചെയ്ത് പോകുന്ന ആ ലൂവേഴ്സ് ആണ്. ഇവിടെ 2 തരം ലൈനാണുള്ളത് ലൂവേഴ്സ് സർവീസിന്. ഒന്ന് റെഡ് ലൈൻ, പിന്നെ ഗ്രീൻ ലൈൻ. ഇപ്പോൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് റെഡ് ലൈനാണ്. പോയിൻ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് സാഗട്ട് വരെയും, അതല്ലെങ്കിൽ കൊണോളി ടു താല, അങ്ങനെ 2 സർവീസുകളാണ് റെഡ് ലൈൻ പോകുന്നത്. പിന്നെ ഉള്ളത് നേരെ പോകുന്നത് ഗ്രീൻ ലൈനുമാണ്. അത് പാർണൽ സ്ട്രീറ്റ്, ബൂം ബ്രിഡ്ജ്, അങ്ങനെ 2 സ്റ്റേഷനിൽ നിന്ന് സാൻഡിഫോർഡ് അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികളൊന്നും ഒരു സിഗ്നലൊന്നും തെറ്റിച്ച് ഇങ്ങ് പെട്ടെന്ന് വന്ന് കയറുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ എന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ അത് വ്യത്യസ്തമായിട്ട് കാണാറുള്ളൂ. ബാക്കി എല്ലാ വിദേശ രാജ്യങ്ങളിലും എല്ലാം നിയമങ്ങളെല്ലാം പാലിച്ച് തന്നെയാണല്ലോ പോകുന്നത്. അതെന്തായാലും ഇന്ത്യക്കാരായ നമുക്കൊരു ചെറിയൊരു പ്രത്യേകതയാണ്. തണുപ്പ് കൂടുതലുണ്ട്, അതിൻ്റേതായ പക്ഷെ അതൊരു രസമാണ് കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ ഇന്ത്യയിലൊക്കെ നമ്മൾ അത്രയും ചൂടിൽ നിന്ന് ഇതുപോലെ തണുപ്പ് വരുമ്പോൾ ആ തണുപ്പ് കുറച്ച് കൂടുതലാണെങ്കിലും അതൊരു രസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഡെക്കാത്തലൻ, ഇത് ഡെക്കാത്തലനാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും ഇവിടെയും കിട്ടും. ഡെക്കാത്തലനാണ്. ഞാൻ രാവിലെ കാണിച്ച സ്പയർ ഇന്നിപ്പോൾ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് വളരെ രസകരമായിട്ട് കാണുന്നുണ്ട്. രാവിലത്തെ വീഡിയോയിൽ GPO, അതായത് മറ്റേ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിരുന്നു. അത് ഇത് കണ്ടല്ലോ, ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ചെറിയൊരു മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ടിട്ട് പലതരത്തിലുള്ള ഒരു മ്യൂസിക്കൽ ലൈറ്റ് ഷോ. സ്പയറിൻ്റെ താഴെയുള്ള ലൈറ്റിങ്ങിൽ നിന്ന് ആകാശത്തേക്ക് ലൈറ്റ് പോകുന്നതാണ്. ഇടയ്ക്ക് ഞാൻ ഒരു തണുപ്പ് കാരണം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. നോക്കി, ആ ബിൽഡിങ് കംപ്ലീറ്റ് ഭയങ്കര ഭംഗിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ലൈറ്റുകളില്ലാതെ കണ്ട പല കാഴ്ചകളും നല്ല പ്രത്യേകതരം കളർഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കണ്ട് രാവിലെ കണ്ട ക്രിസ്മസ് ട്രീ ഇന്ന് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായി. പുൽക്കൂട് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാം. രാവിലെ പോളണ്ടാണ് കണ്ടത്. ഇപ്പോൾ വേറൊരു രാജ്യമാണ് കാണിക്കുന്നത്. ഒക്കോണർ സ്ട്രീറ്റിൻ്റെ ലോവർ പാർട്ട് കഴിഞ്ഞു. നമ്മൾ അപ്പറിലേക്ക് കടക്കുകയാണ്.
ഭംഗിയാണ് കേട്ടോ, ഒരു രസമാണ്, ഒരു എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയാണ്. കളർഫുൾ നൈറ്റ്. കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് മുമ്പുള്ളതിനേക്കാളൊക്കെ ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരുമൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ അയർലൻഡിൽ വന്നാൽ അയർലൻഡിൽ ഡബ്ലിൻ സിറ്റിയിലൂടെ നമ്മൾ നടന്നാൽ നമുക്ക് ശരിയായ ഐറിഷ് ആളുകളെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ മറ്റ് രാജ്യങ്ങളാണ്, മീൻസ് സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ റൊമേനിയ, പോളണ്ട്, പിന്നെ ഉക്രൈനിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് റെഫ്യൂജീസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യക്കാർ, ഇപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും ഇന്ത്യൻസും മലയാളികളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ. ഇപ്പോൾ പ്രധാനപ്പെട്ട കോളേജുകളെന്ന് പറയുന്നത് നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ് NCI ഉണ്ട്, പിന്നെ ട്രിനിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ട്രിനിറ്റി കോളേജ്, NCI, അതുപോലെ ഡബ്ലിൻ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന DBS, ഗ്രിഫിത്ത് കോളേജ്. ഇവിടെയൊക്കെയാണ് ഇപ്പം മലയാളികളും ഇന്ത്യക്കാരും ഒരുപാട് പേര് പഠിക്കാനായിട്ട് വരുന്നത്. കൂടുതലും എന്താ പറയുക, ഹെൽത്ത് കെയർ മേഖലകളിലേക്കുള്ള ആളുകളാണ് വരുന്നത്. ഞാനും ബേസിക്കലി ഒരു സോഷ്യൽ വർക്കറാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ നേഴ്സുമാരും പിന്നെ ഹെൽത്ത് കെയർ ജോലികൾ, പിന്നെ ഫൈനാൻസിൻ്റെ ഇതുണ്ട്, പിന്നെ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കാണ് സ്റ്റുഡൻസൊക്കെ പഠിച്ചു വരുന്നത്. ഇതാണ് രാവിലത്തെ കാഴ്ചകളിൽ കണ്ട സവോയ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന തിയേറ്റർ. ഇവിടെ ജോസൂട്ടി കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് അവന് ഒരു മൂവി കാണാനായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതാണ് അവൻ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു അറിവിലേക്ക് പറയുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫോർച്യൂൺ ടെറസ് ബഫെ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അതൊരു ചൈനീസ് ഏഷ്യൻ ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റാണ്. അവിടെ ബുഫേ ഉണ്ട്. എനിക്ക് തോന്നുന്നു 11-12 യൂറോ. ആ നിരക്കിൽ നമുക്ക് 2 മണിക്കൂർ വരെ ഇരുന്ന് എന്തും കഴിക്കാം. ഒരുപാട് ഭക്ഷണ ഐറ്റംസ് അവിടെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അത് ഏഷ്യനാണ്, എസ്പെഷ്യലി ചൈനീസ്. പക്ഷേ കുറച്ചങ്ങ് മാറിയിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പാകിസ്ഥാനി, ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന, അതായത് ബിരിയാണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒക്കോണർ സ്ട്രീറ്റ് അപ്പറിൻ്റെ അവസാന ഭാഗത്തേക്കെത്തി. ഈ ഒക്കോണർ സ്ട്രീറ്റിൻ്റെ അപ്പർ അവസാനിക്കുന്നത് പാർണൽ സ്ട്രീറ്റിലാണ്. അതെങ്ങനെ ക്രോസായിട്ട് പാർണൽ സ്ട്രീറ്റ് ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ പഴയ വീഡിയോയിൽ കണ്ട ഹെൻറി സ്ട്രീറ്റ് ഒന്ന് കാണാം. ഇതാണ് നമ്മൾ ഹെൻറി സ്ട്രീറ്റിലോട്ടുള്ള, ഇത് എത്ര രസമാണെന്ന് നോക്കി. ഹെൻറി സ്ട്രീറ്റിലോട്ടുള്ള ഒരു എൻട്രൻസാണ്. ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റെല്ലാം എല്ലാവരും അത് എടുത്ത് മാറ്റും കേട്ടോ. അല്ലാതെ അവിടെ തന്നെ അടച്ചു പൂട്ടി അങ്ങനെ വെക്കുന്നൊരു രീതിയല്ല. എന്നും അന്നന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരതെല്ലാം പാക്ക് ചെയ്ത് അവരുടെ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ
എല്ലാവരും തിരിച്ചു വന്ന് സാധനങ്ങളൊക്കെ വീണ്ടും ഇത് ചെയ്ത് വീണ്ടും കച്ചവടം ആരംഭിക്കും. അങ്ങനെ ഒരു രീതിയാണ് ഇത്. ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റോഡ് വളരെ ക്ലീൻ ആയിരിക്കും. പക്ഷെ തിരക്ക് അത്യാവശ്യം കാണും, പക്ഷെ ഇത്ര തിരക്കുണ്ടാവില്ല. ക്രിസ്മസ് കഴിഞ്ഞൊരു ജനുവരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ഒരു 6 മണി 7 മണി ദൂരെ കാണാം. അതായത് അർണോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മാളുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു വീഡിയോ ഒന്നും അകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ അയർലൻഡിൽ ഇപ്പോൾ നമ്മൾ വരുന്നവർക്ക് നാട്ടിലോട്ടൊക്കെ പോകുമ്പം എന്തെങ്കിലും ഐറിഷ് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡബ്ലിനിലൊക്കെ ഒരുപാട് കാണുന്നതാണ് ഈ കട, കാരൽസ് ഐറിഷ് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇതിനകത്ത് കയറുകയാണെങ്കിൽ ഒരുപാട് അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ, അങ്ങനെ സോവനീഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് വണ്ണം നമുക്ക് വാങ്ങാൻ പറ്റും. ഇതുകൊണ്ട് ഇതിപ്പം കണ്ടോ, ഇപ്പം അവരുടെ കച്ചവടം എല്ലാം പൂട്ടി അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതുക്കെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ 6 മണി 7 മണിയാകുമ്പം സാധാരണ ദിവസങ്ങളെല്ലാം ഇത് എല്ലാം അടച്ചു കൂട്ടി ഫുൾ ഇവിടെ ആളുകളെല്ലാം ഒഴിയുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പിംഗ് മാളുകളും എനിക്ക് തോന്നുന്നു രാവിലെ 9 തൊട്ട് രാത്രി 8 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്മസ് ദിവസം അതായത് 25th ഇവിടെ ലൂവസ് സർവീസ് ഇല്ല. അതായത് ലൂവസ് എന്ന് പറഞ്ഞാൽ മറ്റേ ട്രാം സർവീസും ഇല്ല, ബസ്സില്ല, മൊത്തം ഒരു മനുഷ്യനുണ്ടാവില്ല 25-ാം തീയതി. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ ഷിഫ്റ്റൊക്കെ 25-നൊക്കെ കിട്ടിയാൽ നമുക്ക് വരണമെങ്കിൽ നമുക്ക് ടാക്സി തന്നെ വിളിക്കേണ്ടി വരും, വേറെ ഒരു വഴി ഉണ്ടാവില്ല. ഇത് ആണ് അർണോട്ട്സിൻ്റെ അകമാണ്. അതുപോലെ ഇതാണ് മറ്റേ ഇലാക്ക്, രാവിലെ കാണിച്ച വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഇലാക്ക്. അതുപോലെ ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഷോറൂം. രാവിലെ ഒരു 8 മണി ആ സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഒരാളും കാണില്ല, എല്ലാം ക്ലീനായിരിക്കും, കാലിയായിരിക്കും. പക്ഷെ ഒരു 9-9:30 ആയി കഴിയുമ്പോൾ വീണ്ടും തിരക്ക് തുടങ്ങും. അങ്ങനെയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ അത്യാവശ്യം മിതമായ നിരക്കിലൊക്കെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. അങ്ങനെ പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അയർലൻഡിൻ്റെ ഒരു സോഷ്യൽ ലൈഫിൻ്റെയും ഒരു നൈറ്റ് ലൈഫിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പബ്ബുകളും അതുപോലെ നൈറ്റ് ക്ലബ്ബുകളും ഒക്കെ. അതൊക്കെ ഇവിടെയല്ല, കുറച്ചപ്പുറത്ത് മാറി വേറൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലും പോകുന്ന ഒരു സ്ഥലമാണ് ടെമ്പിൾ ബാർ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊരു സ്ട്രീറ്റ് തന്നെയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പാർണൽ സ്ട്രീറ്റിൽ ഒരുപാട് പബ്ബുകളുണ്ട്, എങ്കിലും ഈ ടെമ്പിൾ ബാർ ഇരിക്കുന്ന ആ ഒരു സ്ട്രീറ്റ് പ്രത്യേകിച്ച് പബ്ബുകളുടെ ഒരു സ്ട്രീറ്റാണ്. അവിടെ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ലൈഫ്, നൈറ്റ് ലൈഫ് ആസ്വദിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു വ്യാഴം വെള്ളി ശനി, പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രി വരികയാണ്. തിരക്ക് കാരണം മനുഷ്യന് നടക്കാൻ പറ്റില്ല. ഒരു ദിവസം നമുക്ക് ശനിയാഴ്ച വല്ലതും അവിടെ കവർ ചെയ്ത് ഒരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരാം. പിന്നെ അതുമല്ല, ഡബ്ലിൻ സിറ്റിയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അതായത് ഓരോ ഊടുവഴികളും ഓരോ ചെറിയ ക്രോസ് റോഡുകളുമൊക്കെ എല്ലാം ഇതുപോലെ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണ്. അതിൽ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ട്രീറ്റുണ്ട്. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ സ്റ്റീഫൻസ് ഗ്രീൻ എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളുള്ള സ്റ്റീഫൻസ് ഗ്രീൻ പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇനിയും ഉണ്ട്. ഇത് നമ്മൾ രാവിലെ കണ്ട ജെർവിസ് എല്ലാം. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറണ്ടല്ലോ, രാവിലെയും രാത്രിയൊക്കെ ഷോപ്പിംഗ് മാളിനകം ഒരുപോലെയാണല്ലോ.
ഇത് പെനിസിൻ്റെ വേറൊരു ഷോറൂം. ഞാൻ രാവിലെ വേറൊരു പെനിസ് ഞാൻ കാണിച്ചിരുന്നു രാവിലത്തെ വീഡിയോയിൽ. ഇത് ആ പെനിസ് ഹെൻറി സ്ട്രീറ്റിലുള്ള പെനീസാണിത്. അപ്പം ഇവിടം കൊണ്ട് എന്താ പറയുക, ഹെൻറി സ്ട്രീറ്റ് അവസാനിക്കുകയാണ്. എല്ലാ സ്ട്രീറ്റുകളിലും ഇതുപോലെ സ്ട്രീറ്റ് ഇങ്ങനെ പാട്ടുകാരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ക്ലോക്ക് കാണുന്നത്, ഇത് പണ്ടൊരു പള്ളിയായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇത് ചർച്ച് ബാർ, അതായത് ഇപ്പോൾ ഇതൊരു പബ്ബാണ്, ഒരു എന്താ പറയുക ബാറ് പബ്ബ് എന്താ പറയുക, അങ്ങനെ കൺവേർട്ടായി. മുമ്പ് ഇതൊരു പള്ളിയായിരുന്നു, കണ്ടില്ലേ, പള്ളിയുടെ ഒരു പള്ളിയായിരുന്നു. അതിപ്പം അതൊരു പബ്ബായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഒക്കോണർ സ്ട്രീറ്റും ഹെൻറി സ്ട്രീറ്റും അതിൻ്റെ ഒരു നൈറ്റ് ലൈഫ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അപ്പോൾ ബൈ.